നമസ്കാരം. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുള്ള ആശുപത്രികൾക്കു സമീപം ഇസ്രായേലും ഹമാസും തമ്മിൽ അതിരൂക്ഷ യുദ്ധം. നാസർ അൽ അക്സ അൽ അമൽ ആശുപത്രികൾക്കടുത്താണ് യുദ്ധം. ഇതേ തുടർന്ന് ആയിരങ്ങൾ വീണ്ടും കൂടുതൽ തെക്കോട്ടേക്ക് യാത്ര തുടങ്ങി. ഈജിപ്ത് അതിർത്തിയിലെ റാഫയിലേക്കാണ് കൂട്ടപ്പലായനം. ആശുപത്രികളുടെ പരിസരം ഒഴിയണമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നിർദ്ദേശിച്ചിരുന്നു. 88,000 പലസ്തീൻകാരുടെ വീടുകൾ ഇവിടെയുണ്ട്. യുദ്ധത്തെ തുടർന്ന് പലായനം ചെയ്തെത്തിയ 4.25 ലക്ഷം പേരും ഈ പ്രദേശത്തെ അഭയകേന്ദ്രങ്ങളിൽ തങ്ങുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജീവകാരുണ്യ വിഭാഗം പറഞ്ഞു. നാസർ ആശുപത്രിയിലും പരിസരത്തുമായി 850 രോഗികളും 18,000 അഭയാർത്ഥികളുമുണ്ട്. നിരന്തര ആക്രമണം നടക്കുന്നതിനാൽ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണിവർക്കെന്ന് ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് അറിയിച്ചു. തെക്കൻ ഗാസയിലെ കരയുദ്ധത്തിനൊപ്പം മറ്റിടങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണവും നടത്തുന്നുണ്ട്. ഖാൻ യൂനിസിൽ നിന്ന് പലായനം ചെയ്യുന്നവരെത്തുന്ന റാഫയിൽ ഇപ്പോൾ തന്നെ 15 ലക്ഷം പേർ അഭയം തേടിയിട്ടുണ്ടെന്ന് UN പറഞ്ഞു. ഇവിടെയും ഇസ്രായേൽ ഇടയ്ക്കിടെ ആക്രമണം നടത്തുന്നുണ്ട്. ആകെ 22 ലക്ഷം ജനങ്ങളുള്ള ഗാസയിലെ 17 ലക്ഷം പേർക്കും യുദ്ധം മൂലം വീട് വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അതിനിടെ സുരക്ഷിത മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ച മൂവാസിയിലും ആക്രമണമുണ്ടായി. കടലോരത്തുള്ള മൂവാസിയിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ ആയിരങ്ങളാണ് കൂടാരങ്ങളിൽ കഴിയുന്നത്. ഒക്ടോബർ 7-ന് തുടങ്ങിയ യുദ്ധത്തിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം 25,700 വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കാനായി US പ്രസിഡന്റ് ജോ ബൈഡന്റെ പശ്ചിമേഷ്യ ദൂതൻ ബ്രെറ്റ് മഗ്ഗർ ശ്രമിക്കുമ്പോഴാണ് ഗാസയിൽ ആക്രമണം കനക്കുന്നത്. ഗാസയിൽ ഇതുവരെ 9,000 ഹമാസുകാരെ വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഹമാസിനെ ഇല്ലാതാക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുല്ല പക്ഷത്തെ 2 പേർ കൊല്ലപ്പെട്ടു. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ കഴിയില്ലെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് രാജകുമാരൻ CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം ഗാസയിലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുകയും വ്യാപക നാശമുണ്ടാക്കുകയും ചെയ്യുകയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. പലസ്തീൻ പൗരന്മാരുടെ മരണങ്ങൾ ഹൃദയഭേദകമാണ്. ഗാസ യുദ്ധത്തിൽ പരിക്കേറ്റ 1000-ഓളം പേർക്ക് ഈജിപ്ത് തുറമുഖത്തുള്ള യുദ്ധക്കപ്പലിൽ ചികിത്സ നൽകിയതായി ഫ്രാൻസ് അറിയിച്ചു. ഗാസ മുനമ്പിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ അൽ അരിഷ് തുറമുഖത്ത് നങ്കൂരമിട്ട ഫ്രഞ്ച് കപ്പലിൽ ഓപ്പറേഷൻ തിയേറ്ററുകളും വാർഡുകളും 70 ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. നിലവിൽ 120 പേരാണ് ചികിത്സയിലുള്ളത്. അതേസമയം യുദ്ധാനന്തരം ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റി ഏറ്റെടുക്കണമെന്നും പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം പലസ്തീൻകാർക്കായി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സ്ഥാപിക്കലാണെന്നുമുള്ള US നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയിരുന്നു. ജോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള മുഴുവൻ പ്രദേശങ്ങളുടെയും സുരക്ഷ ഇസ്രായേലിനായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം US പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിച്ചെന്നും പറഞ്ഞു. യുദ്ധാനന്തരം ഗാസയുടെ സുരക്ഷ അനിശ്ചിതകാലത്തേക്ക് ഏറ്റെടുക്കുമെന്ന് നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു. അതിനിടെ വിവേചനരഹിതമായ യുദ്ധം സൃഷ്ടിച്ച പട്ടിണിയാലും വ്യാധികളാലും ഗാസയിലെ കുട്ടികൾ മരണമുഖത്താണെന്ന് അവിടം സന്ദർശിച്ച UNICEF ഉപമേധാവി ടെഡ് ചെയ്വാൻ പറഞ്ഞു.